ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ജൂൺ 23, 2025. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഗൈസ്. നമ്മളിങ്ങനെ വിചാരിക്കും ഒരു കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ എത്രോനുണ്ട്, കുറേ ഉണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മളിങ്ങനെ ബ്ലിങ്ക് ചെയ്യണ സമയം മതി ഒരു വർഷം പോയി. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ കുറേ മെമ്മറീസൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര പെട്ടെന്ന് പോയതുപോലെ അല്ലേ, ഭയങ്കര വേഗം നമ്മളിങ്ങനെ ഇന്നലെ കഴിഞ്ഞതുപോലെയൊക്കെ. പക്ഷെ എന്തായാലും നല്ല കൊല്ലായിരുന്നു. എന്താണ് എനിക്ക് എന്നെ പറ്റി പറയാൻ? നല്ല കൊല്ലായിരുന്നു. എന്നെ പറ്റി എന്ത് പറയാ, കുറേ രസമായിരുന്നു. നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ ആ സമയത്തൊക്കെ ഇവളൊരു പുതിയ സ്പേസിലേക്ക് വരികയാണ്, ഞാൻ ഒരു പുതിയ സ്പേസിലേക്ക് പോവാണ്. അപ്പോൾ അതെങ്ങനെയാവുന്നൊക്കെ ഉള്ള ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇവള് ഫാമിലിക്ക് വരുന്നതും പിന്നെ അതിൻ്റെ ശേഷം അനുവിൻ്റെ കല്യാണം ഉണ്ടായതും അപ്പോൾ എല്ലാവരും ഭയങ്കര രസമായി. ഇവളെ ഫാമിലിയിൽ എല്ലാവരുമായിട്ടും നല്ല ക്ലോസ് ആയി, നല്ല കമ്പനിയായി. നമ്മൾ അതിൻ്റെ ശേഷം ഫാമിലി ആയിട്ട് ട്രിപ്പ് അടിച്ചു. എല്ലാവർക്കും ഇവളെ നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മൾ കസിൻസ് ഗ്യാങ്ങിലേക്കൊക്കെ പെട്ടെന്ന് സെറ്റായി. എല്ലാവർക്കും നല്ല ഇവള് വരുമ്പോൾ നമ്മളെല്ലാവരും കൂടും, നമ്മൾ ട്രിപ്പ് പോവും, നല്ല അടിപൊളി. അത് ഞാനങ്ങനെ ഒരു ഇത് കൊടുത്തതും പാവം. പക്ഷെ ഇങ്ങനെ നമുക്കങ്ങനെ ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ഭയങ്കര കൺവെൻഷനലി ഒന്നും ചെയ്യാത്തത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ടാസ്ക് ആവുന്നൊക്കെ. പക്ഷെ ഒന്നും കൂടെ ആളുകൾ നോൺ കൺവെൻഷണൽ തിങ്സിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുള്ള ആൾക്കാരായിരുന്നു. ഇപ്പം എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലൊക്കെ. അതുകൊണ്ട് നമുക്കൊന്നും കൂടെ ഈസി ആയിരുന്നു, നല്ല സ്മൂത്താണ്. നമ്മൾ ഡൽഹി പോയപ്പോൾ ഉമ്മ ഒരു ദിവസം മേലെ പോയിട്ട് ഇവളെ ഡ്രസ്സ് കണ്ടിട്ട് ഇവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ എവിടെ, ഐ മിസ് യു. ഇവരെ വീട്ടിൽ ആരും ഡ്രസ്സൊക്കെ ഇങ്ങനെ മെസ്റ്റപ്പ് ആയിട്ടിട്ട് ഞാൻ മാത്രമാണ് എൻ്റെ കുപ്പായങ്ങളൊക്കെ മടക്കി വെക്കുക. അപ്പം അത്രയും വൃത്തിയുള്ള ഒരു കബേർഡ് വരെ വീട്ടിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഉമ്മാക്കിൻ്റെ മിസ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ എറണാകുളം ഉള്ളത്. അപ്പം നമ്മൾ സാധാരണ എന്താ, നമ്മളെ പരിപാടിക്ക് വേറെ ആൾക്കാർ സർപ്രൈസ് പ്ലാൻ ചെയ്യും. ഈ പരിപാടിക്ക് നമ്മൾ തന്നെ സർപ്രൈസ് പ്ലാൻ ചെയ്യും, നമ്മൾ തന്നെ അറേഞ്ച്. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഞാനും പോണോ? നമ്മൾ പോവാണ് ഗൈസ്. പറയൂ. 1 year anniversary. മറ്റേ പണ്ട് അവളെ അബീനോടൊക്കെ വായിക്കാൻ അങ്ങനെ വായിക്കൂലേ? സീരിയസ്ലി ഇത് രഖ്ലോ മേനെ മത് കർണ, മനാ മത് കർണ. വെച്ചോ, വേണ്ടാന്ന് പറയരുത്. ഗിഫ്റ്റ് റാപ്പിംഗ്. വെച്ചോ, വേണ്ടാന്ന് പറയരുത്. സർപ്രൈസ് കൊടുക്കണ പോലെ ഇത് ഡബ്രി ചെക്ക. ഇവിടെ എവിടെ സ്ഥലം? ഇത് എന്താണ് ഇവിടെ നമ്മൾ എവിടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യും? കൊമ്പുച്ച. രസമുണ്ട്. രസല്ലേ? ഹലോ, കേക്ക് വാങ്ങാൻ പോയ 2 പേർ. +2 കഴിഞ്ഞ് നേരെ വർക്കിന് കയറിയിട്ട് ആദ്യം കിട്ടിയ സാലറി കൊണ്ട് നമുക്ക് കേക്ക് സ്പോൺസർ ചെയ്ത്. ഏതാ? സിത്തു മാറ്റേഴ്സ്. ഇതിന്റെ പേര്, ഇവന്റെ സ്പേസിന്റെ പേരാണ് ആത്മ. ഇതിന്റെ സ്ട്രീറ്റ് സ്റ്റോർ എന്നാണ്. നല്ല സ്പേസ് ആട്ടോ. ഫുൾ ഇലകളും പൂക്കളും ഹരിതാപവും പച്ചപ്പും നിറഞ്ഞ. വലിയൊരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് അറിയൂല. നമ്മള് വന്നപ്പോ കൊറേ തപ്പി നോക്കി. ഭയങ്കര ടൗണും ഉള്ളിൽ
വന്നപ്പോ എന്തോ ഒരു അത് ശരിയാ, നല്ലൊരു സ്പേസാ. പോയാ അളിയന്റെ ഭാഗ്യല്ല, എന്താ പറയാ. കയ്യിൽ ഞാൻ സാധനം തന്നിരുന്നു. ഇത്രയും നല്ലൊരു നാത്തൂനെ കിട്ടിയതിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? നല്ലതൊന്നുമില്ല, കിട്ടുന്നില്ല ഇത്ര. സെമി പറയുന്നത് ഇത് ഷൂ ആണ്, അപ്പി പറയുന്നത് വാച്ചാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ഗസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കണ്ടാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തായിരിക്കും. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വന്ന ഇൻഫാസ് മാലിക്കിന്റെ സിംഗിൾ ഫോട്ടോഷൂട്ട്. ഫോട്ടോഗ്രാഫർ, ഹെൽപ്പർ. ഹായ്. ഇതിലും ഗ്ലാമർ ഉള്ള ഒരാളെ കാണിച്ചു തരുന്നവർക്ക്. എന്താ മറ്റേത് വെച്ചോ? മറ്റേ കണ്ണ് നട്ടായിരിക്കും എന്താ പറയൂല. ചൊല്ലിക്കോ ഇതായിട്ടതാ. ചേട്ടൻ സിംഗിൾ ആണോ? ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ അത് ആ കാലൊന്നുകൂടി കാണിച്ചു കൊടുക്കി. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കാലം ഇങ്ങനെ പൊക്കി. സ്പേസ് കൊച്ചി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല യൂസ് ചെയ്യാം. നല്ലൊരു സ്പേസ്, നല്ല സ്റ്റേജ് ഉണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉഷാറാണ്, അടിപൊളിയാണ്. ഈ സ്ഥലം നമുക്കായി സ്പോൺസർ ചെയ്തത് ഫൈസാർ അളിയനാണ്, പ്രൊഡക്റ്റീവ് അളിയനാണ് കേട്ടോ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഇതിന് പേരെന്താ? കട്ടക്കളി എന്നല്ല, അതിന് നല്ല എന്തോ പേരുണ്ട്. കട്ടക്കളിയാണ് അത്ര അതിന്റെ പേര്. ഇതാ മേലേക്ക് വെക്കണല്ലേ? ആ മറ്റേ ടെസ്റ്റിംഗ് സാധനമൊക്കെ ടെസ്റ്റ് ചെയ്യും. സങ്കടപ്പെടാം. ഇപ്പൊ ആനിവേഴ്സറി ആഘോഷിക്കുന്ന കപ്പിൾസിനെ കുറിച്ച് അഭിപ്രായം പറയും. കൊച്ചിയിലെ കാറെടുത്ത് ഓടി വരുന്ന ഗീവ് ആൻഡ് ടേക്ക്. ഇതാണ് കോക്സിന്റെ മുതലാളി എന്ന് പറഞ്ഞു. എന്താ പറയണ്ടേ? 4 മണിക്ക് വരാൻ പറഞ്ഞിട്ട് സമയം കാണിച്ചെടുത്ത 5:53 വന്ന കോക്സിന്റെ മുതലാളി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോക്സിന്റെ മുതലാളി. 4 മണിക്ക് വരാൻ പറഞ്ഞ 6 മണിക്ക് ഇന്നലത്തെ പോലെ കട്ടിപ്പിടിക്കേ.
സിത്തുവിന്റെ കേക്ക് അൺബോക്സിങ്. Cake from Navya Bake Shop. വാച്ച്, ഷൂ, ടിവിക്ക് ചാൻസ് ഉണ്ട്. ഫോണ് ഇതിനുള്ളിൽ എന്താ? ഒരാൾ പറയുന്നു ഷൂ ആണ്, ഒരാൾ പറയുന്നത് വാച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ ഐഫോൺ ആണോ ബോംബാണോ എന്ന് കണ്ടറിയാവും. ഇത് പൊട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലേ? ആദ്യ പീസ് ആർക്ക് കൊടുക്കും? വലിയ വായ. നല്ല കേക്ക്. ഇതാണ് എന്റെ സെലക്ഷൻ. ക്രീം മാത്രം കിട്ടും. ആ ബാഗ് രണ്ടുപേരും വാങ്ങിയ ഗിഫ്റ്റ്. ഇത് വേറെ സർപ്രൈസ്. ഷൂ ആണോ വേറെ എന്തേലും? ഐഫോൺ അതിന്റെ പേര് നോക്കി അത് വായിച്ചു നോക്കൂ. മോനിക്കത് വായിച്ചു നോക്കൂ. ഇപ്പത്തെ ടെക്നോളജിയാണ്. അവിടെ എല്ലാരും ഗിഫ്റ്റ് പൊട്ടിക്കുന്നു, ഇവിടെ കേക്ക് കഴിക്കും. 2 ചീറ്റയുടെ ഉണ്ട് ഈ മാസത്തെ. 2 ചീറ്റയുടെ കഴിഞ്ഞതല്ലേ? പൊട്ടിച്ചോ പൊട്ടിച്ചോ. അബ്രി എന്താ പറഞ്ഞു? വാച്ച്. അബ്രി വാച്ചാണ് പറഞ്ഞത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി അല്ല, ഞാനാ. ദേവ് ഹെൽപ്പ് ചെയ്തു. അടങ്ങിയിട്ടുണ്ട്.
മുതലാളി ഓഫ് കോക്സ് കാർഗിൽ. മോനൊക്കെയും പൊട്ടിക്ക്, രണ്ടും ഒപ്പം പൊട്ടിക്കൂ. മറ്റേ മ്യൂസിക് ഇടാം. പേടിക്കണ്ട, രണ്ടും ഒന്നാണ് ഒന്ന് ഞാൻ എടുത്തോളാം. കമ്പനി വരെ സെയിം. രണ്ടും ഫാസ്റ്റ് ട്രാക്ക്, ഒരേ മനസ്സാ. ചെറിയ മാറ്റം പച്ച. ആരോ പറഞ്ഞിരുന്നു 1 കിലോ ഒക്കെ വേണം, 1/2 കിലോ പോരെന്ന്. ഇന്നലെ പോയിട്ടേക്ക് കേക്ക് വാങ്ങി ½ kg. അപ്പൊ അബ്രി വെച്ച് ഇതിനേക്കാളും ചെറിയൊരു കേക്ക് കിട്ടും, അത് മതി. എന്നിട്ട് ഇവിടെ പറഞ്ഞു അതിലും ചെറുത് കിട്ടുമെന്ന്. എന്നിട്ട് 1 kg ഇപ്പൊ തീരാനായി. കപ്പിൾ ഗോൾസ് പീപ്പിൾസ് ഇവിടെ ഓർഡർ ചെയ്യുന്നു, അവിടെ സീരിയസ് ടോക്കിംഗ്, ഇവിടെ ഗെയിം. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇവിടെ തിന്നൽ, ഫുഡ് മാത്രമല്ല ആൾക്കാരെ തിന്നലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാഷൻ കറക്റ്റിന്റെ വായിപ്പോയി. ഒന്നാം വിവാഹമാണ് വാർഷികം ആഘോഷിക്കുന്നത്. പ്രമുഖ സെലിബ്രിറ്റി കപ്പിൾസിനെ കുറിച്ചുള്ള അഭിപ്രായം. പുറത്തറിയാൻ പറ്റുന്നത് സബ്രീം ഒരു അടിപൊളി കപ്പിൾസ് ആണ്. പറയാങ്ങട് ഇതോടെങ്കോ ഞാൻ ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. 2 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. സെബന്റെ പ്രത്യേകത എന്താ അറിയോ? ഞങ്ങളെ കല്യാണം നടത്തി തരാനും സെബ ചെയ്യുന്നു. സെബ ഡൽഹിയിൽ വന്നിട്ട് നമ്മളെ അങ്ങനെ പെട്ടെന്ന് അവൈലബിൾ ആവുന്ന ഒരാളൊന്നല്ല. എല്ലായിടത്തും പോയാലും എല്ലായിടത്തിലും സെബ ഉണ്ടാവും, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമ്മളെ ഭാഗ്യം കൊണ്ടായിരിക്കൂലേ, നമ്മുടെ എല്ലാത്തിനും സെബ. ഞങ്ങളെ റൂമിൽ വന്നു, ഞങ്ങളെ റൂമിൽ AC വെച്ചു, ഒക്കെ സെബ, ഒക്കെ സെബ, എല്ലാ സെബയുടെ അനുഗ്രഹം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ആനിവേഴ്സറിക്കും സെബ ഉണ്ട്. എന്നിട്ട് ഡൽഹി അവിടെ കണ്ടേ. ഞാൻ പറയൂല. നിങ്ങളെ കല്യാണം പറഞ്ഞ അപ്പോൾ ദേഷ്യം വരും. അതെന്താ അറിയോ, എന്റെ കല്യാണം കഴിഞ്ഞ സമയ, അപ്പൊ ഞങ്ങൾ അത്ര പരിചയമല്ലല്ലോ. അപ്പൊ പിന്നെ ചോദിക്കണോ? ഞാൻ അതിന്റെ മുമ്പ് യാത്ര പറയുമ്പോ ഞാൻ ആരോട് ചോദിക്കണ്ടല്ലോ. നമ്മള് പോവാ, കേറുക, പോവാ. ഞാൻ പോവാണ് നാളെ രാവിലെ പോട്ടെ അല്ല, ഇവരൊരു കല്യാണം എന്ന് പറയുമ്പോ അച്ഛന്റെ സ്ഥാനം അല്ല, ഒരാളെ ഒരു മറ്റേ ഒരു
വ്യക്തിത്വമുള്ള ഒരാൾ വേണ്ടേ? ആള് ഞാനേനു. പിന്നെ ഉള്ളതാരാ അംബാനി. ഓനക്ക് ബുദ്ധിയേറെ സാധനം ആ പഞ്ചായത്തിൽ കൂടി പോയില്ല. പിന്നെ ഏറ്റവും കോമഡി പ്രായം കൂടുതലുള്ളത് നമ്മുടെ ഇയാള് SBK. മൂപ്പരെങ്ങാട്ട് 5ാം ക്ലാസ് കുട്ടികളുണ്ട്. പിന്നെ മൂപ്പര ഭാര്യ അത് 6 കമ്മി. അപ്പൊ ആ കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉള്ള എനിക്ക് മാത്രം. പിന്നെ വെറുക്കലുണ്ടാകും ഉറപ്പായിട്ടും. 2030 ഞങ്ങൾ എത്തും. എനിക്ക് അടുത്ത ഇന്റർ പാസ്സായി ഞങ്ങൾ ഡൽഹിയിലുണ്ടാവും 1 മാസം. മോട്ടിവേഷൻ കൊടുത്താ പാസ്സാൻ വേണ്ടിട്ട്. ഐഫോൺ എങ്ങനെ അറിയോ? ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായാല് ഐഫോൺ വാങ്ങിക്കൊടുക്കും. ഇനിയിപ്പോ വാങ്ങിക്കൊടുക്കാൻ ഇന്റെ ഫോൺ എടുത്താൽ കൊടുക്കും. അല്ലേ വാങ്ങിക്കൊടുക്കാൻ പറ്റി ഇന്റെ ഫോൺ എടുത്താൽ കൊടുക്കും അല്ലേ? ഐഫോൺ വാങ്ങിത്തരാൻ പറ്റി ഇന്റെ ഫോൺ എടുത്തു തരും. ഞാൻ പുതിയത് വാങ്ങും. ആള് ശരിയില്ല കേട്ടോ. ആള് മൈൻഡ് ശരിയില്ല. ഇത് മറ്റേതുപോലെയാണേ പാകിസ്ഥാൻ നന്നായ ഇന്ത്യ അല്ല, ഇന്ത്യ നാടെന്നാ പാകിസ്ഥാൻ അല്ല. അങ്ങനെയാണ് പണിയെടുത്തിട്ട്. അതെ. ഇൻഫാസിനെയും അബ്രീദനെയും കൂലങ്കിഷ്ടമായിട്ട് പറയാം. ഇൻഫാസിനെയും അസിസ്റ്റന്റ് പിടിക്കും. ഇൻഫാസിനെ അബ്രീദന് ഞാനൊരു എന്താണ് ഞാൻ പറയുമ്പോൾ ഇതുപോലത്തെ 2 വ്യക്തിത്വങ്ങളെ നമ്മൾ അതായത് എന്താ പറയുക നാടിന് തന്നെ മാതൃകയാണ്. ഇതുപോലത്തെ കപ്പിൾസിനെ ബാക്കിയുള്ളവരെ അനുകരിക്കണം. കാരണം ഇത്രയും വ്യക്തിത്വവും കൂലങ്കിഷ്ടമായ ചിന്തകളും അതിനനുസരിച്ചുള്ള വാക്കുകളും Made for each other. പിന്നെ ഇവരെ പരിചയപ്പെടാൻ സാധിച്ചതിലും എന്താണ് ഇൻഫാസ് അല്ലെങ്കിൽ അബ്രീൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തുഷ്ടവാനാണ്. വിശന്ന് മാറിപ്പോയി ഞാൻ. അങ്ങനെ ഓരോ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റിയതിലും ഇപ്പോൾ 1ാം ആനിവേഴ്സറിക്ക് എത്താൻ പറ്റിയതിലും എൻ്റെ പേരിലും നിക്കിയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. എനിക്കൊന്നും പറയാനില്ല. ഈ മറ്റേത് പറയും 1000 ബംഗ്ലാശംസകൾ. അതെങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. CBSE പറഞ്ഞത്. ഞാൻ CBSE അല്ല, ഞാൻ ഗവൺമെന്റാ. ഓക്കെ, താങ്ക് യു ഗൈസ്, ലവ് യു. ഹാപ്പി മെനി വെഡിങ് ആനിവേഴ്സറി. ബർത്ത്ഡേ പറയും നിങ്ങൾ വേണമെങ്കിൽ ഈ ഏതാണ്ട് ഇറപ്പോ ഒന്ന് പരിചയം. ഞാൻ ഗോവിന്ദ്, കോച്ച് ഗോവിന്ദ്. ഓണത്തിന്റെ അടിയിൽ ചെറിയൊരു പുട്ട് വെച്ചോ. രണ്ടുപേരും മുഖം കണ്ടപ്പോൾ എന്താ മനസ്സിലായത്? ഒബ്വിയസ്ലി മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ടുള്ള ഒരു കപ്പിൾസ് തന്നെയാണ്. ആ ഒരു വൈബ്, ആ ഒരു എനർജി അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഇത്ര നേരെ രണ്ടാളും ഇങ്ങനെ അടുത്തെന്താ പറഞ്ഞേ? അടുത്തെന്താ പറഞ്ഞേ? എനർജി. ഇങ്ങനെ വലിയ മൂപ്പർക്ക് ഇപ്പോൾ ഒരു എനർജി വന്നു. ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ഫുൾ ആ ഒരു ഓറ അത് മനസ്സിലാക്കാനായിട്ടുള്ളതുണ്ട്. ആ ഒരു കണക്ഷൻ. ഞാൻ വേറെ വിചാരിച്ചു. ഒബ്വിയസ്ലി ഇവരെ എനിക്ക് പരിചയം സഭ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അതിനിടയിൽ ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് വരികൾ, അബ്രിയുടെ കുറച്ച് വരികൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. നല്ല നല്ല വരികളായിരുന്നു കേട്ടോ.
അപ്പോഴാണ് അബ്രി ഒരു റൈറ്റർ ആണെന്നുള്ള കാര്യം സഭ പറയുന്നത്. 2 ബുക്ക് എത്തിയിട്ടുണ്ട്. 2 ബുക്ക് എഴുതുന്നുണ്ട്. കറക്കം ആദ്യം 12 ഉണ്ടായിരുന്നു. നൈസ്. നിൽക്കുന്നുണ്ടെങ്കിൽ സോ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഹാപ്പി ടു ബി യുവർ ഫ്രണ്ട്സ്. ഹാവ് എ വണ്ടർഫുൾ years ahead of നല്ല കുറേ എക്സ്പീരിയൻസസ് ഉണ്ടാവട്ടെ. അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. അത് ഞാൻ ഇന്നലെ ഊഹിച്ചു. നിങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ട്രാവൽ കമ്പനിയാണെന്നുള്ളത് മനസ്സിലാക്കി. എന്നാലും നല്ല നല്ല കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. ഹാവ് എ ഹാപ്പി മാരീഡ് ലൈഫ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? അല്ല, ഇത് നമുക്ക് ലാസ്റ്റ് ഇട്ടാ പോരെ? ഇന്ന് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയുന്നു. ഞാൻ വരുന്ന കുറച്ച് വാക്ക് കിട്ടിയിട്ടുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഒന്നും കൂടെ പറയോ? നിക്കിന്റെ ഭാഗ്യാണ് നിക്കിന്റെ ഭർത്താവ്. ക്യാമറയുടെ പുറകിൽ സബാഹ് യൂസ്ഫലി, പട്ടിക്കാട് പിയോ, മലപ്പുറം. വലിയ ജ്യൂസ് കുടിക്കാതെ പറയും. അതല്ല, വേറെ കുറിച്ച് എന്തിനൊക്കെ പറയും. അബ്രിനെ കുറിച്ച് പറയണെങ്കിൽ അടിപൊളിയാണ്. ഈ സ്റ്റാർട്ട് ചെയ്ത ബാക്കി ഞാൻ പറഞ്ഞു. സെറ്റാ. വലിയ എഴുത്തുകാരനാണോ? ഞാൻ ക്യാമറ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിലേ അത് ഇങ്ങനെ പോവാം. ഇതൊന്നും അറിയാതെ മൊബൈലിൽ കളിക്കുന്ന കോപ്പി പിടിച്ച് 2 പിള്ളേർ, 3 പറഞ്ഞോളി. വലിയ ആള് പറയണല്ലോ. നിങ്ങള് പറയണ്ടോ? ഒരു മിനിറ്റായി. അതായത് രമണ അബ്രി ഞങ്ങളുടെ ബ്രോക്കർ. ഞങ്ങളെ ബ്രോക്കർ അബ്രിയാണ്. ബ്രോക്കർ കേക്ക് കിട്ടിയില്ല, വീട്ടിൽ വന്നേ നിങ്ങൾ കൊടുക്കേണ്ട സാധനല്ലേ? കേക്ക് കുറിച്ചില്ല നമ്മൾ. കാശ് പാടും. ബ്രോക്കർ കേക്കായിരുന്നു. കല്യാണം വന്ന വഴി പറയൂ. കല്യാണം വന്നത് എന്താ, എങ്ങനായിരുന്നു? ഇതിലൊക്കെയാണ് കൂടുതലും മാതൃകയുള്ളത്. ഇതിലൊക്കെയാണ് റോൾ മോഡലായത്. അതായത് നിങ്ങളുടെ 1 വർഷം ആകുമ്പോഴേ ഈ വീഡിയോ ഇട്ടാൽ മതി. നിങ്ങളൊന്നും പറയണ്ട, നാട്ടിൽ പറഞ്ഞോളൂ. അതിനൊന്നും കുടിക്കാനില്ല. ഓനക്ക് അത് പറഞ്ഞിട്ട് ടൈം ഇതാക്കാലോ. അതായത് മോനുക്കാനെ അബ്രിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ഉണ്ടാവുമ്പോ സെമി പറയൂ. എന്തെങ്കിലും എന്നല്ല, നോർമലി സെമി ഇങ്ങനെ പറയും, മോനുക്ക് അബ്രി എനിക്കൊരു വെല്ലുവിളിയാണ്. ഇതിപ്പോ ഞാൻ എന്തോരം ചെയ്താലും ഓരോ പോലെ ആവിടില്ല, ഓരോ പോലെ ആവണം അങ്ങനെയല്ല ഉദ്ദേശിച്ചാലും എന്ത് ചെയ്താലും ഓരോ പോലെ ആവണം. റീടേക്കില്ല. അങ്ങനെ ഓരോ അങ്ങനെയൊക്കെ പറയലുണ്ട് എനിക്ക്. പറയൂ. ഞാൻ സ്റ്റാർട്ടിങ് കിട്ടും, ബാക്കി പറയൂ. സംഭവം എന്താ വെച്ചാലേ, വെല്ലുവിളി മാത്രല്ല, ചില സമയത്ത് ഒരു റോൾ മോഡൽ കൂടിയാണ്. പക്ഷെ പല സമയത്തും അതൊരു വെല്ലുവിളിയാണ് ആകാറുള്ളത്. പക്ഷെ പല സമയത്ത് റോൾ മോഡലാണ്. സഭക്ക് കാര്യം മനസ്സിലായില്ലേ?
അങ്ങനെ ഭയങ്കര അടിപൊളി കപ്പിൾസ് ആണ് ഒരു രണ്ടാളും. പിന്നെന്താ ബാക്കി അനു പറയും. ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോ മോനിക്ക അബ്രിക്ക് ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ ചില സമയത്തൊക്കെ നമുക്ക് അതേപോലെ ആവാൻ കഴിയില്ല. അപ്പോ അനു പറയും അബ്രിന മോനിക്ക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. എങ്ങനെ മനസ്സിലായില്ല? അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയണേ. അബ്രിനെ മോനൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്യുന്നത് അങ്ങനെ ഡീൽ ചെയ്യുന്നത് ചെറുപ്പത്ത് അന്നും ഇതേപോലെ ഉമ്മ പറയും അവരെ കണ്ടുപിടി. ഇപ്പൊ വലുതായപ്പോ ഇവള് പറയില്ലേ? നിങ്ങളുടെ അവസ്ഥ. എന്നിട്ട് വേറെന്തൊക്കെ പഠിച്ചു നല്ലത്? വേറെന്താ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റുന്ന എന്തിലൊക്കെ ഉണ്ടെങ്കിൽ പറയും. അനു പറയില്ലേ? പറയും. നല്ല ഓവറാക്കിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് ഇട്ടോള്. ഓക്കെ, ഇപ്പൊ 4 ആൾ പറയേണ്ട സമയമായിട്ടോ. ആക്ഷൻ. നമ്മോട് സഹകരിച്ച സ്ഥാപനങ്ങൾ കോക്സ് കാർഗിൽ, വട്ടവട റിപ്പോർട്ടർ TV, ഹൈക്കോർട്ട് കേരള, മാൻവി യോഗ, സ്റ്റുഡിയോ എന്താ വാണിയം എന്താ സ്റ്റുഡിയോ എടപ്പള്ളി, സഞ്ജിത്ത് അല്ലേ? വള്ളത്തോൾ ജംഗ്ഷൻ. സ്റ്റുഡിയോ വള്ളത്തോൾ ജംഗ്ഷൻ. ഹിപ്നോട്ടിസം. ഓവറാക്കിയത് മതി, കാര്യത്തിലേക്ക് കടക്കൂ. അബ്രി പറയും. ഇൻഫാസിന് അബ്രി ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ പറയും. അബ്രി ഇഷ്ടപ്പെട്ട 2 കാര്യം. ഒന്നാമത്തെ കാര്യം അബ്രിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ബുദ്ധിയില്ല. ഞാൻ എന്ത് കൊടുത്താലും അവള് ഹാപ്പിയാണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അബ്രി ഇൻഡിപെൻഡൻ്റ് ആണ്, തള്ളുമെങ്കിലും കുറച്ചൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. അത് എനിക്ക് വലിയ കിട്ടില്ല, കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനൊക്കെ. പിന്നെ ഓൾ ഒറ്റക്ക് ഡീൽ ചെയ്യും. വാഷിംഗ് മെഷീൻ്റെ ആളെന്നപ്പോ ഓളൊറ്റക്ക് ഡീൽ ചെയ്ത്. അപ്പോൾ അതൊക്കെ ഈ 2 കാര്യം എനിക്ക് ഭയങ്കര. ഞാൻ AC ഉദ്ദേശിച്ചേ. ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങൾ. ഒന്ന് ഇപ്പൊ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. ഭയങ്കര റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഒരു 5 മിനിറ്റ് ഇവനെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവരെ കൈ വെറുതെ നിൽക്കാൻ പറ്റൂല. എന്തെങ്കിലും ഇങ്ങനെ തൊട്ടോണ്ടിരിക്കും, അല്ലെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും, എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണം. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ രണ്ടാമത് ഇവൻ ഫുഡ് കഴിക്കണ രീതി എനിക്ക് ഇഷ്ടമേ അല്ല. ഇവൻ ഇങ്ങനെ ചോറ് ഇങ്ങനെ എടുക്കും, എന്നിട്ട് മുട്ടല്ലേ അതിലിങ്ങനെ കുഴക്കും, കാണുമ്പോ തന്നെ അറപ്പാവും. ശരിക്കും ഒരു മുട്ടയുടെ കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചാൽ മതി. പിന്നെ ലോന് മറ്റേ ഫിഷ് ഫിംഗർ വാങ്ങി. അപ്പൊ നമ്മളെങ്ങനെ ഡിപ്പ് ചെയ്യാ? ഇങ്ങനല്ലേ? ഇവരെങ്ങനെ ഡിപ്പ് ചെയ്യാറോ? ഇത്രയും നല്ല ചോദ്യം ചോദിച്ച സഭക്ക് സഭ പട്ടിക്കാട്. ഈ വിവാഹവേളയിൽ അല്ല 1ാം വാർഷികത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇനി 2ാം വാർഷികത്തിന് എല്ലാരും വരണം. 2ാം വാർഷികത്തിന് എല്ലാരും വരണം. അതല്ല, എന്നാലും ഒരു റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ഉള്ളുന്നൊരു സാധനം വരൂലേ? ഞാൻ എഴുതിട്ടില്ല രാവിലെ. ഈ പറ. റൊമാൻറ്റിക് ആവണം. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ എഴുതിട്ട സാധനം തന്നെ. അതായത് ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ പറയും, ഇപ്പം നമ്മള് കല്യാണം കഴിച്ചതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇങ്ങനെ കുറെ കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്ക് നല്ലൊരു പാർട്ട്ണർ ആയതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒരു കുറെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് ഒരാളെ കല്യാണം കഴിച്ചാൽ ഒരു നല്ല പാർട്ട്ണർ ആയിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യായിരുന്നു എന്നുള്ളത്. ഓൾറെഡി എനിക്ക് ചെയ്യാനുള്ളതൊക്കെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്, മുന്നാണേലും ഇപ്പം ആണേലും. പക്ഷെ ഒരു അബണ്ടൻസ് ഓഫ് ലവ് ഇല്ലേ? അതായത് നമ്മൾ അതായത് ഇൻഫാസ് ലൈഫിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന അതുവരെ നമ്മൾ അനുഭവിച്ചിരുന്ന ലവും അതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന ലവ് ഉണ്ടല്ലോ. അപ്പോൾ തരുന്ന ലവ് എനിക്ക് ഭയങ്കര എക്സ്പ്രസ്ലി മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇത്രയും
ഇഷ്ടം, ഇത്രയും സ്നേഹം, ഇത്രയും കംഫർട്ട്, ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അതൊന്നും അളക്കാൻ പറ്റാത്ത കാണാൻ പറ്റാത്ത സാധനങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് അബണ്ടൻസ് ഓഫ് ലവ്. ഇൻഫാസിന് എന്താ പറയാനുള്ളത്? ഇത് ഇതന്നെ സെയിം സാർ, അബണ്ടൻസ് ഓഫ് ലവ്. അതായത് ഇവളിത് എക്സ്പ്രസ് ചെയ്യുന്നുള്ളതല്ല കിട്ടലോ, മനസ്സിലാക്കൂല. ഇഷ്ടമുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യും. അതേപോലെ ദേഷ്യം വന്നാലും നല്ല എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അതൊരു സാധനം എക്സ്പ്രസ് ചെയ്ത് ഓള് ദേഷ്യപ്പെട്ട് കുറേ ഓള് ഇതായാലും അതാണ്ട് തീരും. അത് മനസ്സിലുണ്ടാവണ ആ സീനില്ല. അത് എനിക്ക് നല്ലൊരു കിട്ടലാണത്. പിന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എൻ്റെ വർക്കാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തോളൂ, ഞാൻ വേറെ ഒന്നും അറിയണ്ട, ഓള് ബാക്കിയൊക്കെ ഓള് ഡീൽ ചെയ്തോളും. അപ്പോൾ എൻ്റെ ലൈഫിൽ നല്ല സ്മൂത്തായിട്ട് പോകണമെങ്കിൽ ഓളുണ്ട് എന്നുള്ളത് ഭയങ്കര പോസിറ്റീവാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളെ ഫാമിലി പറഞ്ഞില്ലല്ലോ, ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമുക്ക് എപ്പോഴും എല്ലാം നമ്മുടെ ഫാമിലി ആകുമ്പോഴും നമ്മുടെ ലിമിറ്റേഷൻസും പലപ്പോഴും നമ്മുടെ ഫാമിലി ആവലുണ്ട്. പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ കല്യാണം കഴിക്കുമ്പം എല്ലാം ഡബിൾ ആവല്ലേ. ഒരു ഉമ്മ ഉള്ളത് 2 ഉമ്മാവ, ഒരു ഉപ്പ ഉള്ളത് 2 ഉപ്പ, അപ്പോൾ ഒരു സിബ്ലിങ്സ് 2 സിബ്ലിങ്സാണ്, എല്ലാം എണ്ണം കൂടാ. അപ്പോൾ ഒരു തരത്തിൽ നമുക്ക് ഇവരൊക്കെ കുറേ ഇഷ്ടം തരുന്നുണ്ട്, കുറേ കംഫർട്ടൊക്കെ തരുമ്പോഴും മറ്റിടത്തിൽ നമ്മളോട് വേണ്ട പറയാനേ അല്ലെങ്കിൽ നമ്മളെ കണ്ണുരുട്ടാനൊക്കെ ഒരാളും കൂടെ എക്സ്ട്രാ വരാണല്ലോ. പക്ഷെ ഇപ്പം നമ്മളെ രണ്ടാളെ കേസിലും ആ ഫാമിലി ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം അളിയനെ. നമ്മളിങ്ങനെ കുറേ കാര്യം ഭയങ്കര കൺവെൻഷനലി ചെയ്ത ആൾക്കാരൊന്നും അല്ല, എപ്പോഴും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും അൺകൺവെൻഷനൽ ആയിട്ടുള്ള കുറേ സംഗതികളെ അവർക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിലും ഒരത് നമ്മൾക്ക് അതിലൊരു ശരിയുള്ളതുകൊണ്ടാ അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടമുള്ളതുകൊണ്ടാന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഓരങ്ങനെ ആയിട്ടില്ലെങ്കിലും നമ്മളങ്ങനെ ആവാൻ അനുവദിക്കുന്നുണ്ട്. അതിപ്പോൾ ഇൻ്റെതായാലും ഇൻഫൻ്റ് ആയതായാലൊക്കെ. അപ്പം അത് എല്ലാവർക്കും കിട്ടിക്കോളണമെന്നൊന്നുമില്ല, അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. സോ ഓക്കെ, താങ്ക് യു.